ഹലോ, വെൽക്കം ടു മോംസ് റുട്ടീൻ. എന്തൊക്കെ എല്ലാവരെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട്. ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഇതിൽ അന്നത്തെ കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. കുക്കിങ്ങും നമ്മൾ പ്ലാന്റ്സുകൾ കെയറിങ്, കുറച്ച് കട്ടിങ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എൻ്റെ വീട്ടിലിടുന്ന ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കലുണ്ട്, മെറ്റീരിയൽ ഏതാണെന്നൊക്കെ ചോദിക്കലുണ്ട് കേട്ടോ കുറച്ച് കൂട്ടുകാരൊക്കെ. അപ്പോൾ അത് എന്താണ് അതിൻ്റെ പേരെന്നും അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി കുറച്ച് പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നും നമ്മൾ പറയുന്ന പോലെ തന്നെ നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. എന്നും രാവിലെ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ നേരത്തെ എണീറ്റ് നമ്മളെ പ്രഭാത കാര്യങ്ങളും നിസ്കാരം എക്സസൈസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുട്ടികളെ ഫുഡൊക്കെ ഉണ്ടാക്കി പറഞ്ഞയച്ചിട്ടുണ്ട് കേട്ടോ. അവർക്ക് എക്സാമാണ്. അത് കാരണം കൊണ്ട് ഉച്ചക്കത്തെ ഫുഡ് ആവശ്യമില്ല, പെട്ടെന്ന് വരും. അങ്ങനെ ആണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് അവരെ വിടാണ് ഫസ്റ്റ് ചെയ്തത്. പിന്നെ നമ്മൾ ഉള്ളൊക്കെ ഒന്ന് അടക്കി പെറുക്കിയിട്ടൊന്ന് വൃത്തിയാക്കിയിടാമെന്ന് കരുതിയിട്ട് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഇത് ഞാൻ മക്കളും കൂടി ഒരുമിച്ചിട്ട് തന്നെയാണ് കിടക്കൽ. അപ്പോൾ അവർ എണീക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് എണീക്കണതല്ലേ, അപ്പോൾ അവരുടേതായ രീതിയിലൊന്ന് ജസ്റ്റ് ശരിയാക്കിയിടും. പിന്നെ ഞാൻ അവർ പോയതിൻ്റെ ശേഷം ഒന്നും കൂടി ക്ലീൻ ആക്കിയിടും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ഉള്ളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എല്ലാ ഭാഗവും ഒന്ന് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. കുക്കിങ് ചെയ്യാമെന്നൊക്കെ കരുതിയിട്ടാണ്. അങ്ങനെ ഉച്ചക്കൊക്കെ കുട്ടികൾക്ക് പെട്ടെന്ന് ധൃതി ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെയാണ് എൻ്റെ കുക്കിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അവരെ വിട്ടതിന് ശേഷം ഉള്ളൊക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം ഞാനൊന്ന് കുളിച്ച് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മളെ ലഞ്ചിനുള്ള പരിപാടികളൊക്കെ. ഇന്ന് ഞാൻ താള് വെച്ചിട്ടൊരു തോരനും പിന്നെ കറിയൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ കരുതുന്നത് കേട്ടോ. താള് വെച്ചിട്ട് തോരൻ ഉണ്ടാക്കിയാൽ ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും. നമ്മൾ ഇങ്ങനെ കുറച്ച് ചേമ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ചേമ്പ് ഞാൻ അങ്ങനെ കഴിക്കില്ല കേട്ടോ. നമ്മൾ കിഴങ്ങ് അങ്ങനെ കഴിക്കില്ല. പക്ഷേ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം കൊണ്ട് ഞാൻ കുറച്ചിങ്ങനെ കുഴിച്ചിട്ടുണ്ടായിരുന്നു. ചേമ്പ് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും താള് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ ഞാനതൊക്കെ കുറച്ച് മുറിച്ചെടുത്ത് നമ്മളിതാ ഇതിൻ്റെ തൊലിയൊക്കെ കളയുന്നുണ്ട്. നമ്മുടെ പറമ്പിൽ എന്തെങ്കിലും വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്, ഇഷ്ടമാണ് കഴിക്കുന്നത്. അങ്ങനെയുള്ളത് ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം. ഞാനങ്ങനെ ആദ്യമൊക്കെ കുറേ ഉണ്ടാക്കിയിരുന്നു. ഇനി ഇൻഷാ അള്ളാ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. മക്കളൊക്കെ ഒഴിവില്ലാത്തതാണ് കാരണം കൊണ്ടാണ് ഇപ്പോൾ അതിന് മെനക്കെടാത്തത്. അവർക്ക് ഇപ്പോൾ തീരെ ഒഴിവില്ല കേട്ടോ. ഇനി അവരൊക്കെ കിട്ടുന്ന സമയത്ത് ഒന്നിച്ചിട്ടൊന്ന് തുടങ്ങണമെന്ന് കരുതുന്നുണ്ട്. ഇക്കാറിനോട് എനിക്ക് ഈ പ്ലാന്റ്സ് ഇങ്ങനെ ചെടികളൊക്കെ ഉണ്ടാക്കുന്ന നേരം കൊണ്ട് കുറച്ച് പച്ചക്കറി ഉണ്ടാക്കിക്കൂടെ. ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ചക്കറികൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ ആദ്യം ഇങ്ങനെ ചെറുതായിട്ടുള്ളതൊക്കെ പച്ചമുളക്, തക്കാളി അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി തുടങ്ങി നോക്കണം. പച്ചക്കറി ഉണ്ടാക്കുന്ന പോലെ തന്നെ എനിക്ക് ചെടികൾ ഉണ്ടാക്കുന്നതും ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ഒരു ചെറുപ്പം മുതലുള്ളൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. നല്ലൊരു വീടിൻ്റെ മുന്നിൽ നല്ലൊരു ഗാർഡൻ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളെ വീടിൻ്റെ മുന്നിൽ ഗാർഡനൊന്നും ആയിട്ടില്ല കേട്ടോ. ഞാൻ വീഡിയോസ് ചെയ്യുമ്പോൾ എന്നോട് കുറച്ച് പേരൊക്കെ ചോദിക്കലുണ്ട് നമ്മളെ ഗാർഡൻ ടൂർ ഇടുമോ എന്ന്. പക്ഷേ എനിക്കത് കാണിക്കാൻ വേണ്ടി അയക്കണോ എന്നുള്ളത് എനിക്കിതുവരെ തോന്നിയിട്ടില്ല, സംശയമാണ്. ഇൻഷാ അള്ളാ ഒന്നും കൂടി സെറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. എന്നിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ അത് ഞാൻ ഓരോരോ കമ്പ് അവിടുന്ന് ഇവിടുന്ന് കൊടുന്ന് അങ്ങനെയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് എടുത്തതാണ്. അല്ലാതെ നമ്മൾ വേറെയുള്ള ഇങ്ങനെ ഓരോന്ന് അങ്ങനെ പ്ലാനിങ് ആയിട്ട് ചെയ്തൊന്നുമല്ല കേട്ടോ. ഗാർഡന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇങ്ങനെ ഈ സ്ഥലത്ത് ഈ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. എന്നാലും എൻ്റെ പ്ലാനിങ്ങിൻ്റെ അവിടെ എത്തിയിട്ടില്ല നമ്മുടെ ഗാർഡന്. അപ്പോൾ അത് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഗാർഡൻ ടൂർ ഇടുന്നതാണ് ഇൻഷാ അള്ളാ. അപ്പോൾ അത് ചോദിച്ച കൂട്ടുകാർക്കായിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. നമ്മുടെ ലൈഫിൽ നമ്മൾ വിജയിക്കുന്നത് എപ്പോഴാണെന്നറിയോ? നമ്മൾ വിജയിച്ചു എന്നുള്ളത് തോന്നുന്നത് മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കുമ്പോഴാണ് കേട്ടോ. നമ്മൾ അംഗീകരിക്കപ്പെട്ടു എന്ന് തോന്നുമ്പോൾ നമ്മൾ വിജയിച്ചവരായി. നമ്മൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തോട് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അതിനോട് ഹാർഡ് വർക്ക് ചെയ്യുക അല്ലേ, കുറേ ശ്രമിച്ചു നോക്കുക. ചിലപ്പോൾ ഫ്ലോപ്പായി പോവും, എന്നാലും വീണ്ടും ശ്രമിച്ചു നോക്കുക. പിന്നെ നമ്മുടെ ക്യാരക്ടർ തന്നെ കേട്ടോ, നമ്മളെ സ്വഭാവമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ നല്ലൊരു വീട്ടമ്മയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആ വീട്ടമ്മ എന്ന ലെവലിൽ നമ്മൾ വിജയിച്ചിട്ടുണ്ടെന്ന് നമുക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കണം. എൻ്റെ ഭാര്യ നല്ലൊരു ഭാര്യയാണെന്നുള്ളത് ഭർത്താവ് നമ്മൾ അംഗീകരിക്കണം. അപ്പോൾ നമ്മൾ ഭാര്യ എന്ന ലെവലിൽ നമ്മൾ അംഗീകരിക്കപ്പെട്ടു. പിന്നെ നമ്മൾ അമ്മ എന്ന രീതിയിൽ മക്കൾ നമ്മളെ അംഗീകരിച്ചു. അപ്പോൾ അവിടെ നമ്മൾ വിജയിച്ചവരായിട്ടാണ്.
നമ്മൾ നേരത്തെ പണി കഴിയണില്ല, അല്ലെങ്കിൽ കുട്ടികളെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നമുക്ക് സമയം കിട്ടണില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും ഒരു വീട്ടമ്മക്കില്ലേ. വീട്ടമ്മ കുറേ പണികൾ കൂടുതൽ എടുക്കണ, അല്ലെങ്കിൽ 24 ഹവേഴ്സും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാൾ തന്നെയാണ് വീട്ടമ്മ എന്നുള്ളത് കേട്ടോ. ഒരു വീട്ടിൽ എന്തെല്ലാം ജോലികളുണ്ടാവും, എത്ര ആളുടെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും നമുക്ക്. പക്ഷേ നമ്മൾ അവരൊക്കെ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും ചിലപ്പോൾ പറയും അവർ അങ്ങനെ നമുക്കൊരു അംഗീകാരം നമുക്ക് കിട്ടില്ലല്ലേ വീട്ടിൽ നിന്ന്. അത് നമ്മുടെ ക്യാരക്ടർ കൊണ്ട് തന്നെയാണ്. നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. മക്കളെ കാര്യങ്ങളാണെങ്കിലും വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും എൻ്റെ ജോലി കുറക്കാൻ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കുട്ടികളുടെ കൂടെ കുറച്ച് സ്പെൻഡ് ചെയ്യാൻ അല്ലേ, നമുക്ക് അവരുടെ കൂടെ കുറച്ച് നേരം ഇരിക്കാൻ സമയം കിട്ടണം. അവർക്കൊരു സന്തോഷമാണ് നമ്മളെ മക്കളെ കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇടപഴകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തന്നെ ഉറപ്പുവരുത്തണം. അവരെ കാര്യങ്ങൾ കുറച്ച് ചോദിച്ചറിയാനുള്ളൊരു സമയം നമുക്ക് കാണണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടേണ്ട ഒരു വീട്ടമ്മയാണ്. ഹസ്ബൻഡിൻ്റെ കാര്യമാണെങ്കിലും മക്കളെ കാര്യമാണെങ്കിലും ഒരു കുടുംബം നിലനിർത്തി പോകുന്നത് ഒരു വീട്ടമ്മയുടെ കഴിവ് തന്നെയാണ്. ഒരു വീട്ടിൽ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല സന്തോഷത്തോടു കൂടി ഉള്ളത് കൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് കഴിയുന്നുണ്ടെങ്കിൽ അത് ആ വീട്ടമ്മയുടെ കഴിവ് തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മളെ സ്വഭാവത്തിൽ എന്തൊക്കെയാണ് പോരായ്മകൾ എന്നുള്ളത് നമ്മളൊന്ന് സ്വയം ചിന്തിച്ചിട്ട് ആ പോരായ്മകൾ തീർത്തിട്ട് നമ്മൾ മറ്റുള്ളവരോട് പെരുമാറാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മളെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനും കൂടി ശ്രദ്ധിക്കട്ടെ. അപ്പോൾ ഒരു വീട്ടമ്മ എന്ന ലെവലിൽ നമ്മൾ വിജയിച്ചവരായി. നമുക്ക് ഇതാ കുഞ്ഞമത്തി, ചെറിയ മത്തി ഉണ്ടല്ലോ, അത് കറി വെച്ചതാണ്. നല്ല ടേസ്റ്റിലാണ് നമ്മൾ കറി വെച്ചത്. പക്ഷേ അതൊന്നും മക്കൾക്ക് പറ്റില്ല കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികൾ മൊത്തത്തിൽ ഇങ്ങനെ മീൻ കഴിക്കാൻ കുറച്ച് മടിയുള്ളവരാണെന്ന് തോന്നുന്നുണ്ട്. എങ്ങനെ കറി വെച്ച് കൊടുത്താലും മത്തി കഴിക്കില്ല. മത്തിനോട് ഇഷ്ടമില്ല കേട്ടോ. മീനിനോട് പൊതുവേ ഇഷ്ടക്കുറവാണ് മക്കൾക്ക്. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ ഇങ്ങനെ കാണാൻ വഴുതനങ്ങ ഇങ്ങനെ ഫ്രൈ ചെയ്യണത് കാണാമല്ലേ. അപ്പോൾ ഇതാണ് അവർക്ക് ഇഷ്ടമുള്ള ഒരു ഇതാണ് കേട്ടോ. അത് ചോറിൽ കുഴച്ച് കഴിക്കാൻ ഈ വഴുതനങ്ങ അങ്ങനെ ഫ്രൈ ആക്കി കൊടുക്കുന്നത്. അത് കുറച്ച് ചിക്കൻ മസാലയും നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, ഉപ്പിട്ടിട്ട് കുഴച്ചിട്ട് നമ്മളിങ്ങനെ ഫ്രൈ ആക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ചിക്കൻ പൊരിച്ച പോലെ തന്നെ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ അത് അവർക്ക് ഇഷ്ടമാണ്. അതാണ് ഞാൻ ഇത് ഇടയ്ക്ക് ഉണ്ടാക്കുന്നത്. ഇനി നമ്മളെ എല്ലാ വീട്ടിലുള്ളൊരു പ്രശ്നമാണ്, ഒരു കറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും പറ്റില്ല, മക്കൾക്ക് പറ്റില്ല, നമുക്ക് ഇനി വേറെ കറി, കുട്ടികൾക്ക് വേറെ കറി, അങ്ങനെ ഉണ്ടാക്കേണ്ട ഒരു ഇത് വരലുണ്ട്. അത് ഇപ്പോൾ ഉള്ള എല്ലാ വീട്ടിലുള്ള ഒരു അവസ്ഥയാണ്. പിന്നെ ഞാൻ നമ്മൾക്ക് വൈകുന്നേരത്തിന് വേണ്ടിയിട്ടുള്ളത് ഉണ്ടാക്കണം കൂടി ഉണ്ട് ഒരുമിച്ചിട്ട്. ഇപ്പോൾ കുക്കിംഗ് കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറച്ചൊന്ന് പണിയുണ്ട് കേട്ടോ. പുറത്ത് കുറച്ച് പണിയുണ്ട്. നമ്മൾ കുറച്ച് പ്ലാന്റ്സ് കട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് ചായക്കുള്ളത് ഞാൻ ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് പുഴുങ്ങി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മളെ കിച്ചണിൽ ഇങ്ങനെ കൂടുതൽ പണിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കിച്ചൺ കണ്ട് ക്ലീനാക്കി ഇട്ട് കഴിഞ്ഞ് ഫുഡ് കഴിക്കലും കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം എനിക്ക് ആ പണിക്കിറങ്ങണം. അങ്ങനെ ഓരോരോ പണിക്ക് ഓരോരോ സമയങ്ങൾ കാണലാണ്. അല്ലാതെ എല്ലാ കാര്യവും നമുക്ക് ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ പണി എങ്ങനെ കുറക്കാമെന്നുള്ളതൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ തന്നെ ഒന്ന് അതിനനുസരിച്ച് ഓരോന്ന് അങ്ങനെ എടുത്ത് പോയാൽ മതി. അപ്പോൾ എല്ലാ ഭാഗവും നമുക്ക് ഒരുപോലെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. പിന്നെ ഞാനിത് ഒന്ന് സ്പ്രേ ചെയ്തിട്ട്, അപ്പോൾ നമ്മൾ ഡിഷ് വാഷിൻ്റെ ലിക്വിഡും പിന്നെ ഹാൻഡ് വാഷും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ബോട്ടിലാക്കി വെക്കലുണ്ട്. അത് വെച്ചിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുടച്ച് കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ക്രബ്ബറും കാര്യങ്ങളൊന്നും വെച്ചിട്ട് സ്റ്റൗവും തുടക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതൊന്ന് സ്പ്രേ ചെയ്തിട്ടും തുടച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല വൃത്തി ഉണ്ടാവും, നല്ല സ്മെല്ലും ഉണ്ടാവും കിച്ചന്. പിന്നെ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴിങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് തുടച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയായിരിക്കും കേട്ടോ. ഞാൻ കുക്ക് ചെയ്യണതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് തുടച്ച് കൊടുക്കലുണ്ട്. അങ്ങനെ ക്ലോത്ത് നമ്മളിങ്ങനെ പിഴിഞ്ഞ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പൊടികളോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റൗവിലൊക്കെ ആകുമ്പോൾ ഉടനെ തന്നെ ഞാനത് തുടക്കും. അല്ലെങ്കിൽ നമ്മൾ കൗണ്ടർ ടോപ്പിലോ ആവണതും അവിടെ തന്നെ തുടക്കും കേട്ടോ. അപ്പോൾ പിന്നെ ലാസ്റ്റ് നമ്മളെ ക്ലീനിങ് അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മതി, നല്ല വൃത്തിയായിട്ട് കിടക്കും. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളൊന്ന് നമ്മൾ നീറ്റാക്കി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പണികൾ നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റും. പിന്നെ നല്ല വൃത്തിയുള്ള ഭാഗത്ത് വെച്ചിട്ട് കുക്ക് ചെയ്യാനും വൃത്തി പോലെ ചെയ്യാനൊക്കെ നമ്മളങ്ങനെ പഠിക്കൂട്ടോ. അതൊരു ശീലമായി മാറും നമുക്ക്. പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഫുഡ് കഴിക്കാണ്. അപ്പോൾ നമുക്ക് നമ്മളെ തോരനുണ്ട്, നല്ല ടേസ്റ്റുള്ള തോരനാണ് കേട്ടോ. പിന്നെ ചെറുനാരങ്ങയും നമ്മളെ ചീനമുളകും കൂടി ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് അങ്ങനെ വെച്ചിട്ട് നല്ല അലിഞ്ഞതുണ്ട്. അതും നല്ല ടേസ്റ്റാണ്. നമ്മളങ്ങനെ ചോറ് വേഗം പോകും അത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ചോറ് കഴിക്കണം. അപ്പോൾ താള് വെച്ചിട്ട് തോരൻ ഉണ്ടാക്കാത്തവരുണ്ടാക്കി നോക്കിയിട്ട് നല്ല ടേസ്റ്റാണ്. ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ അതൊക്കെ കൂട്ടി ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉച്ചക്ക് ഒരു മക്കൾ നേരത്തെ എത്തിയപ്പോൾ ഒന്ന് പുറത്തേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ തിരൂർ ഭാഗത്ത് പുതിയങ്ങാടി നേർച്ചയും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ 2-3 ദിവസമായിട്ട്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ അവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ കണ്ട് ഇങ്ങനെ പോയിട്ടാണ്.
വീട്ടിലിടാനുള്ള 2 ഡ്രസ്സിൻ്റെ മെറ്റീരിയൽസും കൂടി എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് കൂട്ടുകാർ ഞാനിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സിൻ്റെ എന്താണ് മെറ്റീരിയലിൻ്റെ പേരെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് അറിയില്ലായിരുന്നു. ഞാനത് സ്ഥിരമായിട്ട് കുറേ ആയിട്ട് ഞാൻ ഈ ഒരു ക്ലോത്താണ് എടുക്കൽ. എന്നിട്ട് ഞാൻ വന്നിട്ട് ഞാൻ തന്നെ അടിക്കലുമാണ്. അപ്പോൾ അടിക്കണ വീഡിയോ ചെയ്യാനും കൂട്ടുകാർ പറയാറുണ്ട്. പക്ഷേ എനിക്ക് അടിക്കാൻ അത്ര പെർഫെക്റ്റായിട്ട് അറിയില്ല. എനിക്ക് എൻ്റെതായ രീതിയിൽ ഞാൻ അടിച്ചെടുക്കലാണ്. അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് അടിക്കാനായിട്ട് എനിക്ക് അറിയില്ല. അപ്പോൾ ചോദിച്ച കൂട്ടുകാർ ക്ഷമിക്കണം, എനിക്കത് പറഞ്ഞുതരാൻ അറിയില്ല. എങ്ങനെയാണത് നിങ്ങൾ എത്തിക്കുക എന്നുള്ളത് അറിയില്ല. അതുകൊണ്ടാണ്. പിന്നെ ഈ ഒരു മെറ്റീരിയലിൻ്റെ പേര് ചോദിച്ചപ്പോഴും പറഞ്ഞുതരാൻ അറിയില്ലായിരുന്നു. കാരണം ഞാൻ സ്ഥിരമായിട്ട് വാങ്ങണ കാരണം കൊണ്ട് പേരൊന്നും ചോദിക്കില്ല. മീറ്ററിന് 80 രൂപയാണ്. അങ്ങനെ 2.5 മീറ്റർ ഞാൻ എടുക്കലുണ്ട് 200 രൂപക്ക്. അങ്ങനെ ഞാൻ തന്നെ അടിച്ചിടുമ്പോൾ എനിക്കത് നല്ല ഇതായിട്ടും തോന്നും, ലാഭമായിട്ട് തോന്നും. പിന്നെ നല്ല മെറ്റീരിയൽ നരക്ക് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാനത് എടുക്കലാണ്. അപ്പോൾ മെറ്റീരിയലിൻ്റെ പേര് ഡെൽറ്റ ക്രഷ് എന്നാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, ഇതിൽ 2 ഐറ്റം വരുന്നുണ്ട് കേട്ടോ. സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട്, കുറച്ച് ഹാർഡായിട്ടുള്ളതും വരുന്നുണ്ട്. പക്ഷേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് എടുത്തു കഴിഞ്ഞാൽ നല്ല നമുക്ക് ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല ഇടാൻ നല്ല സുഖമുള്ളൊരു ക്ലോത്താണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. അവിടുന്ന് കുറച്ച് ജിലേബി പൊരിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് നമ്മൾ ഈ ഒരു സമയത്തേ വാങ്ങുള്ളൂ. അപ്പോൾ അത് ആ ഒരു സമയത്ത് കഴിക്കുമ്പോൾ ഒരു രസമാണല്ലോ അല്ലേ. അങ്ങനെ അത് വാങ്ങിയിട്ട് കഴിച്ച് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് കുറച്ച് പണിയുണ്ട് എന്നല്ലേ. അപ്പോൾ ഈ പ്ലാന്റ്സ് ഇങ്ങനെ കട്ടിങ് ചെയ്യലുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഒന്നാകെ അങ്ങനെ പൊന്തി വന്നാൽ അതിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടും. അപ്പോൾ അത് നല്ല വൃത്തി പോലെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരുപോലെ നിർത്തണം. ഈ പണികളൊക്കെ ഞാൻ തന്നെയാണ് ഏറ്റെടുക്കൽ. ഇതിലൊന്നും മക്കളങ്ങനെ കിട്ടില്ല കേട്ടോ. അവർക്ക് അതിനോട് വലിയ ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റുമാണ്. അതുകൊണ്ടായിരിക്കും നമ്മൾ ഈ ഒരു രൂപത്തിലെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ, നമ്മൾ കുറച്ച് സമയങ്ങളൊക്കെ നമുക്ക് കണ്ടെത്തുക. എന്നിട്ട് നമ്മളത് ചെയ്ത് നോക്കട്ടെ. ചിലപ്പോൾ എവിടെയെങ്കിലും നമുക്ക് പൂർണ്ണതയിൽ എത്തിയിട്ടില്ലെങ്കിലും എന്തെങ്കിലും കുറച്ചെങ്കിലും നമുക്ക് ആവാൻ വേണ്ടി പറ്റും. ഞാൻ ഇങ്ങനെ പ്ലാന്റ്സുകൾ നടുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമോ അതെൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. എനിക്ക് ആ പണികൾ എടുക്കുമ്പോഴും എനിക്ക് നല്ല സംതൃപ്തിയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മുറ്റങ്ങനെ കാണിക്കലുണ്ട്, പ്ലാന്റ്സുകൾ കാണിക്കലുണ്ട്. അപ്പോൾ നമ്മുടെ കുറച്ച് കൂട്ടുകാരൊക്കെ പറയും നല്ല ഭംഗിയുണ്ട്, അങ്ങനെ ചെയ്ത് കാണാൻ ഭംഗിയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാനവിടെ അംഗീകരിക്കപ്പെട്ടവളായി. ഞാൻ പറഞ്ഞല്ലോ, ഒരാൾ എന്നെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ്. അല്ലെങ്കിൽ അത് നമ്മൾ ഹാർഡ് വർക്ക് കൊണ്ട് നമ്മൾ ചെയ്തിട്ട് അത് മറ്റുള്ളവർക്ക് കൂടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ വിജയിച്ചവരായി. അതൊരുപാട് പേര് നമ്മൾ അംഗീകരിക്കണമെന്നില്ല കേട്ടോ. ഒരാൾ പറഞ്ഞാൽ തന്നെ നമുക്ക് എന്തെങ്കിലും ചെറിയൊരു പോസിറ്റിവിറ്റി നമ്മളെ മനസ്സിൽ തോന്നും. കുറച്ച് സമയം വേണം കേട്ടോ ഇതിന്. നമ്മൾ മെനക്കെട്ട് നിൽക്കുകയാണെങ്കിൽ കുറച്ച് ടൈം വേണം. ഒരു മണിക്കൂറോളം എന്തായാലും ആവശ്യമുണ്ടാവും. എല്ലാ പ്ലാന്റ്സും കട്ട് ചെയ്ത് വരുമ്പോഴേക്കും. പിന്നെ എല്ലാതും കൂടി ഒരുമിച്ച് നമ്മളൊരു പണികളും എടുക്കാതിരിക്കുക നല്ലത്. ഓരോരോ ഏരിയ, ഒരു ഭാഗം, ഒരു സൈഡ് നമ്മൾ ഈ ഒരു ഭാഗം ഈ പ്രാവശ്യം ഞാൻ ശരിയാക്കിയെടുക്കും, പിറ്റത്തെ പ്രാവശ്യം ആ ഭാഗം. അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഭാഗവും ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. അങ്ങനെ ആകുമ്പോൾ പറ്റും. ഞാനവിടെ കട്ടിങ് ചെയ്യണ സമയത്ത് മോളിവിടെ പുഡിങ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ മോള് എക്സാം കഴിഞ്ഞിട്ട് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ പുഡിങ് ഉണ്ടാക്കുക. വെറൈറ്റി ഇതിലിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ആ പുഡിങ് ഉണ്ടാക്കണത് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ കിച്ചൺ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അങ്ങനെ കുക്ക് ചെയ്തോളും. പിന്നെ അവൾക്കതൊരു ഡിസ്റ്റർബൻസ് ആവേണ്ടത്. ഞാൻ അവൾ ഉണ്ടാക്കണതിൽ പോയിട്ടില്ല. ഞാൻ എൻ്റെ കട്ടിങ്ങിനായിട്ട് ഞാൻ പുറത്തും, അവൾ കിച്ചണിൽ ഇങ്ങനെ പുഡിങ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മക്കളിൽ എന്തെല്ലാം കഴിവൊക്കെ ഉണ്ടാവും കേട്ടോ. ഒന്നുകിൽ അവർക്ക് ക്ലീനിങ്ങിനോടായിരിക്കും, അല്ലെങ്കിൽ കുക്കിങ്ങിനോടായിരിക്കും, അല്ലെങ്കിൽ ചില മക്കൾ ഇതിങ്ങനെ നമ്മൾ ഒതുക്കി വെക്കാതിരിക്കുമ്പോഴൊക്കെ നമ്മൾ അവരെങ്ങനെ പറയുമല്ലോ. അങ്ങനെ മക്കളെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അവരിൽ ഇഷ്ടമുള്ളത് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടെത്തിയിട്ട് അവരൊന്ന് പ്രോത്സാഹിപ്പിച്ച് കൊടുക്കുക. ആ ഒരു കാര്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യം എന്ത് ചെയ്യുകയാണെങ്കിലും അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളത് മക്കളോട് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അതിനോട് നമ്മൾ ചെറിയൊരു സപ്പോർട്ടും കൂടി കൊടുക്കട്ടോ. അപ്പോൾ അവർ ആ ഒരു കാര്യത്തിൽ എന്തായാലും വിജയിക്കും. അത് നമ്മൾ അമ്മമാർ നമ്മളൊന്ന് സൈഡാക്കി കൊടുത്തു കഴിഞ്ഞാൽ, അമ്മമാർ മാത്രമല്ല നമ്മൾ പേരൻസ് 2 പേരും ഒരുപോലെ മക്കളെ കാര്യങ്ങൾ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു ചെയ്യുന്ന കാര്യം അവർ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യും.
2 ഐറ്റം പുഡിങ് അവൾ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങോട്ട് ഒഴിച്ച് വിട്ട് കൊടുത്തതാണ്. ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കിച്ചണിൽ അങ്ങനെ ഞാൻ കുക്ക് ചെയ്യണ രീതിയും അവൾ കുക്ക് ചെയ്യണ രീതിയും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. നീറ്റായിട്ട് തന്നെ ചെയ്യും. എന്നെ പേടിച്ചിട്ട് നമ്മൾ അങ്ങനെ പരന്ന് കിടക്കണണ്ട ഞാൻ പറയലുണ്ട്. ഞാനങ്ങനെ പരത്തിയിട്ടിട്ട് നമ്മൾ കുക്ക് ചെയ്ത് പഠിക്കരുത് എന്ന് പറയും കേട്ടോ. അങ്ങനെ കുട്ടികളാണെങ്കിലും അവർ ചെയ്യണത് തുടക്കം മുതലേ ചെയ്യണത് അവർക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ അവർ ആ രീതിക്ക് പിന്നെ ചെയ്തു വരും. പിന്നെ അവർക്കും അതൊരു ശീലമായി മാറും. നമ്മൾ എന്താണെങ്കിലും ചെയ്യണ കാര്യം വൃത്തിക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഒരു കുക്ക് ചെയ്യുന്ന ആൾ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അങ്ങനെ പരത്തിയിട്ടും കൊണ്ട് എല്ലാ ഭാഗവും പാത്രങ്ങൾ കുറേ കുന്നു കൂട്ടിയിട്ട് അങ്ങനെയൊക്കെ കുക്ക് ചെയ്യുന്ന ആൾക്കാർ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അവർക്കതൊരു മോശമായിട്ട് അവർക്ക് തോന്നില്ല കേട്ടോ. അല്ലെങ്കിൽ അവർക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. കാരണം അവരുടെ ശീലം അതാണ്. അപ്പോൾ അവർക്കത് ഇനി എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഒന്നിച്ചുകൊണ്ട് ക്ലീൻ ചെയ്യും, അല്ലെങ്കിൽ ഒന്നിച്ച് ഞാൻ പാത്രം കഴുകുമെന്ന് അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ അതൊരു ഒരാൾ കണ്ടു കഴിഞ്ഞാൽ മോശമായിട്ടോ ഒന്നും തോന്നില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ വൃത്തിക്ക് ഓരോരോ പാത്രം ആവണത് നമ്മളാണ്ട് കഴുകി വെച്ച് അല്ലെങ്കിൽ നമ്മൾ ആ ഭാഗം അപ്പോഴേ തുടച്ച് അല്ലെങ്കിൽ അങ്ങനെ വൃത്തിക്ക് ഒന്നുമില്ലാതെ നമ്മളങ്ങനെ കുക്ക് ചെയ്ത് ശീലമായവർക്ക് അങ്ങനെ തന്നെ ചെയ്യാനേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ അത് പുറത്ത് പോയാലും നമ്മൾ വീട്ടിലായാലും വേറെ വീട്ടിൽ പോയാലും ഒക്കെ ആ രീതിക്കേ ചെയ്യുള്ളൂ. കാരണം അവർക്കത് അങ്ങനെ എന്തെങ്കിലും എടുക്കണ കണ്ടു കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നും, അല്ലെങ്കിൽ നല്ല മോശമായിട്ട് തോന്നും. ഞാൻ ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം കുക്ക് ചെയ്യുള്ളൂ എന്ന് അവർ ചിന്തിക്കൂട്ടോ, സ്വയം ചിന്തിക്കും. അങ്ങനെ അതാ അവൾ കുക്കിംഗ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഇതിങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗമൊക്കെ കാണു കഴിഞ്ഞാൽ ഈ പ്ലാന്റ്സൊക്കെ ഇങ്ങനെ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. പക്ഷെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇതൊക്കെ കാണാം, പ്ലാന്റ്സുകളൊന്നും കാണാം, അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ സെറ്റായിട്ട് വരും. ഇത് ഒരുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഒരുപോലെ വളർന്നിട്ട് നല്ല വൃത്തിയായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ തണ്ട് ഇങ്ങനെ കണ്ടിട്ട് വളർന്നു പോയാൽ അതിൻ്റെ ഭംഗി നഷ്ടപ്പെടും. അപ്പോൾ എല്ലാ പ്ലാന്റ്സും നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിഷമം തോന്നില്ല. എന്നാലും അത് കട്ട് ചെയ്യുന്നേ വേണം. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു സൈഡ് ഞാൻ ശരിയാക്കണുള്ളൂ. എന്നിട്ട് ഇനി വേറൊരു ദിവസം മറ്റേ സൈഡും കൂടി ശരിയാക്കാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പണികളാണ്. ഇന്ന് മുറ്റത്ത് കുറച്ച് പണികളുണ്ട്. പിന്നെ നമ്മൾ ഇനി ഇത് ക്ലീൻ ആക്കാനും കുറച്ച് ടൈം എടുക്കും കേട്ടോ. അതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ടൈം അതിനെടുക്കും. അപ്പോഴേക്കും മോള് പുഡിങ് ഉണ്ടാക്കി കുറച്ച് നേരം കൊണ്ട് തന്നെ സെറ്റ് ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പുഡിങ് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവളും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മുകളിലുള്ളതൊക്കെ അവളും കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ കേട്ടോ ഇന്ന് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസുകൾ എന്തായാലും അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.